എല്ലാവർക്കും നമസ്കാരം. നിരവധിയായിട്ടുള്ള മോഷണങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി മോഷ്ടാക്കൾ. പക്ഷേ പോലീസ് സംവിധാനങ്ങളുടെ കൃത്യമായ ഊർജിതമായ ഇടപെടലിൽ മോഷണം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ റൂറൽ SP ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെ എഫിഷ്യൻസിയോട് കൂടിയിട്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായതും പെട്ടെന്നുള്ളതുമായ അന്വേഷണത്തിലൂടെ ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന വിരുദ്ധന്മാരെ പോലീസ് വലയിലാക്കുന്നു. അത്തരമൊരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് മെയ് 30 കാലത്ത് 5:25 പോട്ട വാഴക്കുന്ന് എഡിക്കറന്റ് റോഡിലൂടെ ഒരു വയോധിക പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് ലക്ഷ്യമാക്കി വരികയാണ്. ഈ വയോധിക എല്ലാ ദിവസവും ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നയാളാണ്. അരമണിക്കൂർ മുൻപേ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതിനുശേഷം കുറച്ച് നേരത്തെ പള്ളിയിലെത്തും. പള്ളിയിലെ ഏറ്റവും മുൻവശത്തിരുന്ന് ദിവ്യബലി അർപ്പിച്ച് അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോരും. പള്ളിയും വീടും എന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു പാവം വീട്ടമ്മ, ഒരു വയോധികയായിട്ടുള്ള ഒരു സ്ത്രീ. ഇവർ ഈ മെയ് 30 കാലത്ത് 5:25 പതിവ് പോലെ തന്നെ പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് ലക്ഷ്യമാക്കി നടന്നുകയാണ്. അവരുടെ മനസ്സിൽ പള്ളിയും അൾത്താരയും മാത്രം, മറ്റു വേറെ സംഭവങ്ങളൊന്നും തന്നെ അവരുടെ മനസ്സിലില്ല. അങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു 2 കരങ്ങൾ വന്ന് അവരുടെ മുഖത്ത് അമർത്തിപ്പിടിക്കുകയും അവരുടെ വായ പൊത്തിപ്പിടിക്കുകയും അവരെ ബലമായി പിടിച്ച് തൊട്ടടുത്ത ഒരു പോക്കറ്റ് വടിയിലേക്ക് നീക്കുകയും അവരുടെ 3 പവൻ തൂക്കമുള്ള വളകൾ അവരുടെ കയ്യിൽ നിന്നും ഊരിയെടുക്കുകയും തുടർന്ന് ഈ വയോധികയെ അവിടെ ഉപേക്ഷിച്ച് ഈ പ്രതിയായിട്ടുള്ള വ്യക്തി അവിടെ നിന്ന് കടന്നു കളയുകയാണ്. എന്നാൽ അതിനുശേഷം അവിടെ നാട്ടുകാരെ അറിയിയ വിഷയം പോലീസിൽ അറിയിക്കും. പോലീസ് വരികയും പോലീസ് ഈ വയോധികയായിട്ടുള്ള സ്ത്രീയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഇത് വന്നിട്ടുള്ളത് വ്യായാമ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അങ്ങനെ പ്രഭാത നടത്തത്തിന് വരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് 70ഓളം പേരുകളെ കേന്ദ്രീകരിച്ച് പോലീസ് വിദഗ്ധമായിട്ടുള്ള വലവിരിച്ചു. പോലീസ് 70ഓളം വരുന്ന ആളുകൾ അന്വേഷണം നടത്തി. കൃത്യമായിട്ട് തന്നെ നടത്തിയപ്പോൾ യഥാർത്ഥ പ്രതിയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിച്ചു. CCTV ക്യാമറകൾ ലക്ഷ്യമാക്കി അതിലെ വീഡിയോകൾ കൃത്യമായിട്ട് തന്നെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണം വേറൊരു വശത്ത് നടന്നു. അങ്ങനെ കൃത്യമായിട്ട് തന്നെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പ്രതി വാഴക്കുന്നിൽ 3-4 വർഷമായിട്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന കണ്ണൂർ തലശ്ശേരി തിരുവങ്കാട് ദേശത്ത് ഗീതം നിവാസിൽ റോഷൻ 46 വയസ്സെന്നയാളാണ് പ്രതി. ഈ പ്രതി കണ്ണൂരിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പറ്റി അവിടെ ഇന്നലെ ഈ പ്രതിയെ കൊണ്ടുവന്നിരുന്നു. ആ കൊണ്ടുവന്നിരുന്ന സമയത്ത് ഞാൻ നാട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം വളരെ ഡീസൻ്റായിട്ട് ജെന്റിലായിട്ടാണ് അവിടെ എല്ലാവരുടെ അടുത്തും ഇടപെടുന്നത്. വളരെ ജെന്റിലായിട്ടൊരു മനുഷ്യൻ. ഇയാൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുമോ, ഇയാൾ ഇങ്ങനെ ഒരു കവർച്ച നടത്തുമോ എന്ന് എല്ലാവരും അമ്പരന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ വീട്ടമ്മ പോലും പറയാണ് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്ര വളരെ മാന്യമായിട്ടാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ള പ്രതി റോഷന്റെ ഇടപെടൽ. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടി വരുത്തിവെച്ച കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത്. പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലെ കണ്ണൂരിലെ ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഈ ആർഭാട ജീവിതത്തിലേക്കുള്ള ഒരു വഴി തെളിച്ചെന്നറിയില്ല. നാട്ടുകാരുടെ ഇടയിൽ ചിലർ പറഞ്ഞത് ഇയാളെ ചില ആളുകൾ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇയാൾക്ക് പലരും പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അത് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. പക്ഷേ പോലീസിൽ നിന്ന് കിട്ടിയുള്ള വിവരം ഇതാണ്. എന്തായിരുന്നാലും കണ്ണൂർ സ്വദേശി, കണ്ണൂരിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന റോഷൻ 46 വയസ്സെന്നയാളെ പോട്ട വാഴക്കുന്നിലെ വയോധികയെ വായ പൊത്തിപ്പിടിച്ച് അവരുടെ 3 പവൻ തൂക്കമുള്ള വളകൾ അത് ഊരിയെടുത്ത് അത് കവർച്ച നടത്തിയ കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രതിയെ പോലീസ് വളരെ വിദഗ്ധമായി, തൃശ്ശൂർ റൂറൽ SP ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് സഞ്ചരിക്കുന്ന അതല്ലെങ്കിൽ വ്യായാമത്തിനിറങ്ങുന്ന വയോധികരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാതിരിക്കുക. ആരെയെങ്കിലും കൂട്ടി പള്ളിയിലേക്കോ മറ്റോ പോകാൻ ശ്രമിക്കുക. കാരണം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കവർച്ചക്കാർ. ഇപ്പോൾ ഈ വയോധികയെ തന്നെ വാച്ച് ചെയ്ത് അങ്ങനെയാണ് ഈ കവർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്, ഈ കവർച്ച ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ഭീകരമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് മുങ്ങിക്കളഞ്ഞ ഈ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു.